നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ ഡോക്ടേഴ്സും എസ്പെഷ്യലി ജൂനിയർ ഡോക്ടേഴ്സും ആരോഗ്യ പ്രവർത്തകരും ഡിസ്പ്രപ്പോർഷനേറ്റ്ലി ഓവർലോഡഡ് ആണെന്നും മറ്റ് പല പ്രൊഫഷനെ കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ വർക്ക് ലൈഫ് ബാലൻസ് വളരെ മോശമാണെന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ഫിസിക്കൽ എക്സോഷനെ കുറിച്ചും മെൻ്റൽ സ്ട്രെസ്സിനെ കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷേ ഡോക്ടർ പോൾ കലാനിധി തൻ്റെ ആത്മകഥയായ വെൻ ബ്രീത്ത് ബിക്കംസ് എയറിൽ നമ്മൾ അധികം ഡിസ്കസ് ചെയ്യാത്ത ഈ പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്ന ഒരു മോറൽ ഇഞ്ചുറി എന്ന ആസ്പെക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പോളിൻ്റെ ജൂനിയർ ഇയേഴ്സിൽ ഒരു ദിവസം പോളിൻ്റെ കളീഗായ മേരി ഒരു ദിവസം രാത്രി മൊത്തം ഉറങ്ങാതെ ഡ്യൂട്ടി എടുത്തതിന് ശേഷം ഒരു കോംപ്ലക്സ് ആയ വിപ്പിൾ സർജറി അസിസ്റ്റ് ചെയ്യാൻ അസൈൻ ചെയ്യപ്പെടുകയുണ്ടായി. വിപ്പിൾ സർജറി എന്നത് പാൻക്രിയാറ്റിക് ക്യാൻസറിന് ചെയ്യുന്ന മണിക്കൂറുകൾ നീണ്ടു നിൽക്കാവുന്ന ഒരു സർജറിയാണ്. സാധാരണ ഇങ്ങനെ ഒരു സർജറി ചെയ്തു തുടങ്ങുമ്പോൾ ക്യാൻസർ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ അഥവാ മെറ്റാസ്റ്റേസിസ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാറുണ്ട്. അന്ന് ആ സർജറിയിൽ ഉറക്കമില്ലാതെ എക്സോസ്റ്റഡ് ആയി നിൽക്കുന്ന മേരി ഒരു വേള ദൈവത്തോട് ഇയാൾക്ക് മെറ്റാസ്റ്റേസിസ് ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചു. അൺഫോർച്ചുനേറ്റ്ലി അന്ന് ആ പേഷ്യൻറ്റിന് മെറ്റാസ്റ്റേസിസ് ഉണ്ടാകുകയും 15 മിനിറ്റിന് ശേഷം ആ സർജറി ക്യാൻസൽ ചെയ്യപ്പെടുകയും ചെയ്തു. സർജറിക്ക് ശേഷം താൻ അങ്ങനെ ചിന്തിച്ചല്ലോ എന്ന മോറൽ ഇഞ്ചുറിയുമായി മരവിച്ച് നിൽക്കുന്ന മേരി പോൾ കലാനിധിയെ കാണുകയും അദ്ദേഹത്തോട് ഇതിനെക്കുറിച്ച് പറഞ്ഞ് വിങ്ങിപ്പൊട്ടുകയും ചെയ്തു.